ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. കാണാൻ നല്ല മനോഹരവും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമുള്ള ഒരു ഇറച്ചിപ്പത്തിരി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ചപ്പു പുതിന കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പാത്രമാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കയ്യിൽ കൊണ്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസ് കൂടെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്തതെല്ലാം ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉള്ളിയുമായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സമൂസക്കൊക്കെ നമ്മൾ തീരുണ്ടാക്കില്ല, അതുപോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളി പച്ചമുളകും എല്ലാം നല്ലപോലെ വാടി ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പെരുംജീരകപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എപ്പോഴും ഉള്ളി വാടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഉള്ളി വാടി കിട്ടത്തില്ല. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് ഉള്ളിയിൽ പിടിക്കാനായിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലകളൊക്കെ ഉള്ളിയുമായിട്ട് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ ഞാൻ ഉള്ളിയുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ അതിന് തുറന്ന് നോക്കാം. ചിക്കൻ്റെ ആ ഒരു രുചി ഉള്ളിയുമായിട്ട് നല്ലപോലെ പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മാവൊക്കെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്.
ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം കേട്ടോ. ഇനി മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ടും അങ്ങനെയും ഉണ്ടാക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പലകയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പൂരിക്കൊക്കെ പരത്തില്ലേ, അതുപോലെ തന്നെ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പത്തിരി, പിന്നെ ഫില്ലിങ്സ്, അത് കഴിഞ്ഞ് അതിന് മുകളിൽ ഒരു പത്തിരി, അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മുകളിൽ വെച്ചിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിതാ ഒരു പത്തിരി ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൂരിക്കൊക്കെ പരത്തുന്ന അതേ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിത് പരത്തിയത്. അപ്പം ഞാനിത് രണ്ട് ഭാഗത്ത് വെക്കാനുള്ള പത്തിരിയും ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1-1.5 സ്പൂൺ തീനൊക്കെയാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അത്രയും നിറച്ച് കൊടുക്കാം. അധികമായിട്ടൊന്നും തീന് നിറയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. അധികമായിട്ട് നിറയ്ക്കുന്ന സമയത്ത് പത്തിരി പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിതാ തീന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പത്തിരി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പത്തിരി വെച്ചതിന് ശേഷം കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ മടക്കി 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 എടുക്കാം. ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ പത്തിരിയുടെ വക്ക് വശം. ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ പരത്തി ഫില്ലിങ്സ് നിറച്ച് വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പൊടി കൊണ്ടിട്ട് പരത്തി ഇന്ന് ഫില്ലിങ്സ് നിറച്ച് വെച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പത്തിരിയും ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് വേവായി വരുന്നതിനനുസരിച്ചിട്ട് എണ്ണയുടെ മുകളിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ആ ഭാഗം മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരിയുടെ ഒരു ഭാഗം നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പത്തിരിയുടെ രണ്ട് ഭാഗവും ഇതാ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പത്തിരി നമുക്കിതുപോലെ ഇങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.